വചനമൊഴി നോമ്പുകാലം 5-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 16:6-16, ജോഷുവ 9:16-27, റോമ 12:1-11, യോഹന്നാന്റെ സുവിശേഷം 7:37-39, 8:12-20. ദൈവത്തിന്റെ കരുതലിനെയും കരുണയെയും കുറിച്ച് ധ്യാനിക്കുവാനും അതനുഭവിക്കുന്നവർ ദൈവികമായ കരുതലും കരുണയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവിക പദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിച്ച് ലോകത്തിന് പ്രകാശമായി വർത്തിക്കുവാനുമുള്ള സന്ദേശമാണ് ഇന്ന് തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ മാനുഷികമായ അവഗണന അനുഭവിക്കേണ്ടി വരുന്ന ഹാഗാറിന് കരുതൽ നൽകുന്നതും ആകുലയായി കഴിഞ്ഞിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിലേക്ക് പ്രകാശമായി കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതുമാണ് നാം കാണുന്നത്. ഹാഗാറിനോട് കർത്താവ് ആവശ്യപ്പെടുന്നത് സാറായിക്ക് കീഴ്വഴങ്ങി ജീവിക്കാനാണ്. അതായത് ദൈവിക പദ്ധതിക്ക് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള ആഹ്വാനമാണ് ഹാഗാറിന് നൽകുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തതിനാൽ ഉടമ്പടി പാലിക്കുന്നതിനു വേണ്ടി തങ്ങൾ പിടിച്ചെടുത്ത ദേശത്തെ നിവാസികളോട് കരുണ കാണിക്കുന്ന ഒരു സംഭവമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത്. ആ ദേശത്തുകാർ കളവ് പറഞ്ഞിട്ടും കർത്താവിനെ പ്രതി അവരോട് ക്ഷമിച്ച് കരുണ കാണിക്കാനാണ് ജോഷുവ ജനത്തോട് നിർദ്ദേശിക്കുന്നത്. ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധവും ദൈവത്തിനു സ്വീകാര്യവുമായ സജീവ ബലിയായി അർപ്പിക്കാനാണ് പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കനുസരിച്ച് മിശിഹായിൽ ഏക ശരീരത്തിലെ അംഗങ്ങൾ എന്ന വിധം വർത്തിക്കുവാനും നിഷ്കപടമായ സ്നേഹത്തിന്റെ ഉടമകളായി തിന്മയെ ദ്വേഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും അന്യോന്യം സഹോദരതുല്യം സ്നേഹിച്ച് ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. മിശിഹായിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നവർ ലോകത്തിന് പ്രകാശമായി മാറണം. ഈശോയിൽ വിശ്വസിക്കുന്നവൻ അവിടുത്തെ അരൂപിയെ സ്വീകരിക്കുന്നു. അരൂപിയെ സ്വീകരിച്ചവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അരൂപി പരിശുദ്ധാരൂപി എന്ന മഹാദാനമാണ്. ഈ അരൂപിയുടെ ഫലങ്ങളാണ് ജീവനദിയായി ഹൃദയ തടാകത്തിൽ നിന്നും ഒഴുകുന്നത്. അതിൽ ഉൾക്കൊള്ളുന്നത് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയത്രേ. ഒരുവൻ ബോധ്യത്തോടെ വെളിപ്പെടുത്തുന്ന ആത്മീയ വചനങ്ങളും പ്രവൃത്തികളുമാണ് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നത്. അവയാണ് പരിശുദ്ധാരൂപിയുടെ ഫലങ്ങൾ. ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നവർ ദൈവിക കൃപകളുടെ ചാനലുകളായി മാറണം എന്ന് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. അതായത് ഈശോയെ സ്വീകരിക്കുന്നവർക്ക്, അവനെ അനുഗമിക്കുന്നവർക്ക് ജീവിതത്തിൽ പവർക്കട്ടില്ല. ചുരുക്കത്തിൽ ഈശോയുടെ മക്കൾക്ക് ജീവന്റെ വെളിച്ചം എപ്പോഴും ഉണ്ടായിരിക്കും. കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ഈശോ നടത്തുന്ന ഈ പ്രഖ്യാപനം വളരെയധികം അർത്ഥമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്നുമുള്ള വിമോചനാനന്തരം യാഹ്വേയുടെ സംരക്ഷണത്തിലും പരിപാലനയിലും മരുഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിന്റെയും തദവസരത്തിൽ അവർക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹങ്ങളുടെയും കൃതജ്ഞതാ നിർഭരമായ അനുസ്മരണവും ആഘോഷവുമായിരുന്നു യഹൂദരുടെ കൂടാരത്തിരുന്നാൾ. ഈ തിരുനാളിന്റെ 2-ാം ദിവസം വൈകുന്നേരം ജെറുസലേം ദേവാലയത്തിനടുത്തുള്ള 16 വലിയ ദീപങ്ങൾ കത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. മരുഭൂമിവാസത്തിൽ ദൈവം തങ്ങൾക്ക് അഗ്നിയുടെ രൂപത്തിൽ പ്രകാശം നൽകി സംരക്ഷിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് ഇവ അവർ കൊണ്ടാടിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്
ഈശോ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോയാകുന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നോടിയായിരുന്നു ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ ലഭിച്ച പ്രകാശം. ഇവിടെ ഈശോ യഥാർത്ഥ പ്രകാശമായി അവതരിക്കുന്നു. ജെറുസലേം ദേവാലയത്തിലെ പ്രകാശഗോപുരങ്ങളുടെ സ്ഥാനം ഈശോ ഏറ്റെടുക്കുന്നു. ഈശോ താൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അർത്ഥമാക്കുന്നത്. ഒന്ന്, ലോകത്തിന്റെ പ്രകാശമായ ഈശോ പലരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചമായി വരുന്നത് സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധന് കാഴ്ച നൽകുന്നത്, 8-ാം അധ്യായത്തിൽ വ്യഭിചാരിണിയുടെ ജീവിതത്തിന് പുതിയ തുടക്കം നൽകിക്കൊണ്ട് പ്രകാശമായി മാറുന്നത്, സമരിയാക്കാരി സ്ത്രീക്ക് തുറവിയുള്ള മനസ്സ് നൽകുന്നത്, ഇങ്ങനെ തന്റെ മുമ്പിൽ വന്നവർക്ക്, ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടവർക്ക് ഈശോ പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. രണ്ടാമതായി, ഈശോ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ ന്യായ വിധിയാളനായിട്ടാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിന് മുൻപിലുള്ള ഭാഗം ശ്രദ്ധിക്കുക. പാപത്തിൽ പിടികൂടിയ സ്ത്രീയെ വിധിക്കാതെ വിടുന്ന ഈശോ മത നേതാക്കളോട് പറയുന്നു, നിങ്ങൾ വിധിക്കരുത്. ഈശോ തന്നെ അസന്നിഗ്ധമായി പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 8:16 ഈശോ പറയുന്നുണ്ട്, എന്റെ വിധി ന്യായവും സത്യവുമാണ്. കാരണം പ്രകാശമായ ഈശോയുടെ മുൻപിൽ എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടും. ഇവിടെ ഈശോ ഒരു വേർതിരിവ് പ്രഖ്യാപിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ അന്ധകാരത്തിന്റെ മക്കളിൽ നിന്ന് ഈശോ മാറ്റി നിർത്തും. ലോകത്തിന്റെ പ്രകാശമായ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ ജെറുസലേം ദേവാലയത്തിലെ പ്രകാശഗോപുരങ്ങളുടെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചതുപോലെ ദൈവസ്നേഹമാകുന്ന പ്രകാശം ലോകത്തിന് കൊടുക്കുന്നവരാകണം മിശിഹായുടെ അനുയായികൾ. പ്രകാശഗോപുരങ്ങളാകുവാനുള്ള വിളിയാണ് ഓരോ ക്രിസ്തു ശിഷ്യനുമുള്ളത്. ഈ ദൈവസ്നേഹത്തിന്റെ വെളിച്ചത്തിൽ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള വിളിയാണ് മിശിഹായുടെ അനുയായികൾക്കുള്ളത്. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയുടെ തിരുനാളം തെളിയിക്കുമ്പോൾ, തകർന്ന ജീവിതങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുമ്പോൾ നമുക്കും ഈശോയെ പോലെ പറയാൻ സാധിക്കും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രകാശമായ ഈശോ ജനത്തെ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ഇരുട്ടിൽ വസിക്കുന്ന ജനങ്ങൾ അവനെ തിരസ്കരിക്കുന്നു. അവസാനം അവനെ അവർ ക്രൂശിൽ തറയ്ക്കുന്നു. എന്നാൽ കുരിശിൽ ഉയർത്തപ്പെട്ടതു മുതൽ ഈശോ ലോകത്തിന്റെ പ്രകാശമായി മാറി. അങ്ങനെ സ്ലീവ പ്രകാശ കേന്ദ്രമായി മാറുന്നു. ഇന്നും ജനങ്ങൾ അതിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് പ്രകാശദാതാവിലേക്ക് അടുക്കുന്നു. ഈ നോമ്പുകാലം ഇതിനുള്ള അവസരമാകട്ടെ. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഈശോ തന്റെ ശിഷ്യരോട് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മിശിഹായുടെ ശിഷ്യരെ അനുഗമിക്കുന്നവരും അന്ധകാരത്തിൽ നടക്കാൻ ഇടവരുത്തരുത് എന്ന് സാരം. ഈ നോമ്പുകാലം ലോകത്തിന് പ്രകാശമാകുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കുവാനും തിന്മയെയും തിന്മയുടെ വ്യാപാരങ്ങളെയും ദേഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനുമുള്ള അവസരമായി മാറട്ടെ. അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.